എല്ലാവർക്കും നമസ്കാരം. ചാമക്കാല മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ ശബരിമലയിലെത്തുകയും ശബരിമലയിൽ ചെന്നതിന് ശേഷം പ്രിയപ്പെട്ട മമ്മൂക്കയ്ക്ക് വേണ്ടി ഒരു ഉഷപൂജയ്ക്കുള്ള വഴിപാട് നടത്തുകയും ചെയ്ത ഒരു നല്ല സന്തോഷകരമായ ഒരു വാർത്തയാണ് നമ്മൾ ഇന്നലെ കേൾക്കാനിടയായത്. എന്തായാലും ഒരു കാര്യം മനസ്സിലാക്കണം, അവർ തമ്മിലുള്ള ആ ബന്ധം എന്താണെന്നുള്ളതിൻ്റെ ഒരു ഒരു എന്താ പറയാ, ഒരു സുഖമായ ഒരു ഇതാണ് നമ്മൾ ഇന്നലെ കേട്ടത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഫാൻസ് ആയാലും അതുപോലെ തന്നെ മറ്റുള്ള ജാതി മതമൊക്കെ കൂട്ടിയിട്ട് പറയുന്നവരോടും ഒരു കാര്യം പറയാനുണ്ട്. അവർ തമ്മിലുള്ള ആ ബന്ധം അത്ര ആഴത്തിലുള്ളതാണെന്ന് തെളിയിച്ചിരിക്കുകയാണ് ലാലേട്ടൻ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഇന്നലെ ആ ഒരു വാർത്ത വന്നപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി മമ്മൂക്കാക്ക് എന്തോ ഒരു ഇത് സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത്. പക്ഷെ അത് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരാളായിരിക്കും ലാലേട്ടൻ. അതുകൊണ്ട് മാത്രമാണ് ആള് ഇന്നലെ ശബരിമലയ്ക്ക് പോയപ്പോൾ, ഇനി അതിനു വേണ്ടി പോയതാണോ ഒന്നും അറിയില്ല, എന്തോ ആയിക്കോട്ടെ, അതൊക്കെ അവർ തമ്മിലുള്ള കാര്യം. പക്ഷെ എന്തായാലും അത് ചെയ്തപ്പോൾ അത് മനസ്സിന് എല്ലാവർക്കും ഒരു കുളിർമയേകുന്ന ഒരു വാർത്തയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, അവരെ പറ്റി കുറ്റം പറയുന്നവരോടും എന്ന് വെച്ചാൽ ഫാൻസ്, ഇപ്പം ഏകദേശം മോഹൻലാൽ ഫാൻസ് അല്ലെങ്കിൽ മമ്മൂട്ടി ഫാൻസ് അവരൊക്കെ കൂടി ഒത്തൊരുമിച്ച് നിൽക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. മമ്മൂക്കനെ സംബന്ധിച്ച് മമ്മൂക്ക ഏറ്റവും നല്ലൊരു മനുഷ്യനാണ്. ഞാൻ ഇന്നലെ ഉള്ളൊരു വീഡിയോ ചെയ്തപ്പോഴും ഞാൻ അതിന് പറഞ്ഞിട്ടുള്ളത്, ഒരിക്കലും മമ്മൂക്കയോ ലാലേട്ടനെ പറ്റി കേരളത്തിൽ ആർക്കും ഒരു കുറ്റവും പറയാൻ ഇല്ല എന്ന് തന്നെ പറയണം. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട്, ഈ വാർത്തയ്ക്ക് വേണ്ടിയിട്ട് വാർത്ത ഉണ്ടാക്കുന്നവരോട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, അവർ അത്രയും സൗഹൃദത്തിൽ പോകുന്ന ആളുകളാണ്. അവർക്ക് വേണ്ടി എവിടെയൊക്കെ വഴിപാട് കഴിക്കേണ്ടെന്ന് ഇനി അറിയാൻ കിടക്കണുള്ളൂ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നുമില്ലാതെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അസുഖവും ഇല്ലാതെ നമ്മളുടെ ഇടയിലേക്ക് വീണ്ടും മമ്മൂക്ക പഴയ മമ്മൂക്കായിട്ട് തിരിച്ചു വരണം. അതാണ് എല്ലാവരുടെയും ആഗ്രഹം. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ആൾക്കൊരു ഇത് വന്നപ്പോഴേക്കും ആളെ പറ്റി ഒരുപാട് അപവാദങ്ങൾ, അങ്ങനെയാണ്, ഇനി സിനിമയിൽ അഭിനയിക്കാൻ പറ്റില്ല, അങ്ങനെയൊക്കെ പറഞ്ഞു നടക്കുന്നവരോട് പറയാനുള്ളത്, എന്തിനാണ് ഇതൊക്കെ? ഒരു വാർത്തയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ സൃഷ്ടിക്കേണ്ട ഒരു കാര്യവും ഇല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, അവര് ജനങ്ങളുടെ മനസ്സിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേ. അവരോട് ആർക്കും ഒരു വെറുപ്പില്ല. അങ്ങനെ വെറുക്കുന്നവരൊന്നും മനുഷ്യന്മാരല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. രാഷ്ട്രീയമൊക്കെ മാറ്റിവെക്കുക എന്ന് വെച്ചാൽ, അവരുടെ ഇടയിലൊരു വലിയൊരു സൗഹൃദം എപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അത് അന്ന് മുതൽ ഇന്ന് വരെ ഒരു കളങ്കമില്ലാത്തൊരു സ്നേഹം. അത് മമ്മൂക്കൊരിക്കൽ ഒരു വേദിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറേ വർഷങ്ങളായിട്ട് അവർ രണ്ടുപേരും കൂടി കൊണ്ടുപോകുന്ന ഒരു ഇതാണ് മലയാള സിനിമ. അതിൽ ഇന്നേ വരെ അവരുടെ ഇടയിൽ ഒരു കളങ്കവും ഒരു സ്നേഹക്കുറവും ഇതേവരെ ഉണ്ടായിട്ടില്ല. നമ്മൾ നാട്ടുകാർ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. മമ്മൂട്ടി മോഹൻലാലും അങ്ങനെ ഉടക്കി അത് ഇത് എന്നൊക്കെ ഒരുപാട് കിംവദന്തികൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവരുടെ ഇടയിൽ അങ്ങനൊരു സംഭവം ഇല്ല. അപ്പൊ മമ്മൂക്ക എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, മോഹൻലാൽ മമ്മൂട്ടി അവർ തമ്മിലുള്ള ഒരു എന്താ പറയാ, ഇപ്പൊ കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പൊ ഒരു പുതിയൊരു സിനിമ ഷൂട്ട് തുടങ്ങിയത് ശ്രീലങ്കയിൽ. അത് കഴിഞ്ഞ് അതിന്റെ ഷെഡ്യൂൾ അടുത്ത ബോംബെയിൽ അവിടെ മാറ്റി, ഇനി കൊച്ചിയിലൊരു ഷെഡ്യൂൾ, അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ് മമ്മൂക്കയ്ക്ക് ഇങ്ങനൊരു ഇൻസിഡന്റ് വന്നത്. അപ്പൊ അതൊക്കെ മാറി വീണ്ടും ആ സിനിമയിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്ത് നല്ല ഇതിൽ വരാൻ മമ്മൂക്കയ്ക്ക് കഴിയും. അതിനു വേണ്ടിയിട്ട് കേരളത്തിലെ എല്ലാ ജനങ്ങളുടെയും പ്രാർത്ഥന ഉണ്ടാകണം. അതാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷെ ഇപ്പോ പുള്ളി ചികിത്സയിലാണ് എന്നാണ് ഉള്ള വിവരങ്ങളൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കൂടെ അറിയാൻ കഴിഞ്ഞത്. അപ്പൊ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പൂർണ്ണ ആരോഗ്യവാനായിട്ട് മമ്മൂക്ക വീണ്ടും ജോയിൻ ചെയ്യണം, എന്നാലേ നമുക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ. അപ്പൊ ലാലേട്ടൻ ഇപ്പൊ ഇങ്ങനെ ഒരു ഇത് ചെയ്തപ്പോ എന്തെങ്കിലും ഒന്നും ഇല്ലാതെ ഇപ്പൊ പുള്ളി അത് പോയിട്ട് ചെയ്യാൻ വഴിയില്ല. ഇതിപ്പോ ഇന്നലെ ഉച്ചയ്ക്ക് ഉണ്ടായ ഒരു പെട്ടെന്നൊരു തീരുമാനമാണ് പുള്ളി ശബരിമലയിൽ പോവാന്നുള്ളത്.
അങ്ങനെ ശബരിമലയിൽ പോയി ആള് മുഹമ്മദ് കുട്ടി എന്ന പേരിൽ വിശാഖം നക്ഷത്രത്തിൽ ഒരു പൂജയ്ക്ക് ഉള്ള പൈസയും കൊടുത്തു ആ പൂജ നടത്തിയിട്ടാണ് ആള് പോന്നിട്ടുള്ളത്. അപ്പൊ അതുപോലെ മറ്റുള്ളവരും പല പല സ്ഥലത്തും ഓരോ വഴിപാടുകളും പ്രാർത്ഥനകളുമായിട്ട് നടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് വീണ്ടും പഴയ രീതിയിൽ തന്നെ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് നമുക്കും പ്രാർത്ഥിക്കാം. നമുക്ക് വരും, നമുക്കൊന്നും ഉണ്ടാവില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നല്ല രീതിയിൽ ഹെൽത്ത് ഒക്കെ നോക്കുന്ന ഒരാൾക്ക് ഇങ്ങനെ വന്നാൽ നമ്മുടെ കാര്യമൊക്കെ എന്താണ് കഷ്ടം. പക്ഷെ പുള്ളി ഇത് നേരത്തെ ഇപ്പോൾ ഡോക്ടർമാർ പറഞ്ഞ പ്രകാരം ഇത് നേരത്തെ കണ്ടെത്തിയത് കൊണ്ട് അധികം പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ അവരിലൊക്കെ നല്ല നല്ല ചികിത്സ നടത്താനുള്ള പൈസയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒരിക്കലും ഒരു പ്രശ്നം ഉണ്ടാവില്ല. നമ്മൾ ഇങ്ങനെ കൂടുതൽ ഊതി വീർപ്പിക്കാതിരിക്കുക. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നല്ലൊരു മനുഷ്യൻ എന്ന് വെച്ചാൽ പുള്ളി ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങൾ, ആരും അറിയാത്ത നല്ല കാര്യങ്ങൾ ഒരുപാടുണ്ട്. പുള്ളിക്ക് ഇഷ്ടമല്ല എന്നാണ് പറയുന്നത്. പുള്ളി ചെയ്യുന്ന കാര്യങ്ങൾ പുറത്തറിയുന്നത് പുള്ളിക്ക് ഇഷ്ടമല്ല. അപ്പൊ ദൈവം എന്ന് പറഞ്ഞ ഒരാളത് കാണുന്നുണ്ടാവുമല്ലോ. പുള്ളി 5 നേരം നിസ്കരിക്കുന്ന ആളാണ്. അപ്പൊ ആ ദൈവം അത് കണ്ടിട്ട് അതിൻ്റെതായ രീതിയിലുള്ള ഇതാൾക്ക് കൊടുക്കും. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് അത്രയും ഈ ആൾക്ക് വന്നിട്ടുള്ള അസുഖത്തിന് വേണ്ടിയിട്ട് അതേപോലുള്ള അസുഖമുള്ള ആൾക്കാരെ ഒരുപാട് ചികിത്സിക്കാൻ വേണ്ടിയിട്ട് സഹായിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് മമ്മൂക്ക. അപ്പൊ മമ്മൂക്ക അവരുടെ ഒരു പ്രാർത്ഥന ഉണ്ടെങ്കിൽ മമ്മൂക്ക പഴയ ലെവലിൽ തന്നെ തിരിച്ചു വരും, അത് ഉറപ്പാണ്. മനസ്സിലായോ? അതുകൊണ്ട് ആരും അതിനെപ്പറ്റി വേറെ രീതിയിൽ വ്യാഖ്യാനിക്കാതെ ഈ വാർത്തയ്ക്ക് വേണ്ടിയിട്ട് വാർത്ത ഉണ്ടാക്കാതെ എല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മുടെ എന്താ പറയാ സ്വകാര്യ അഹങ്കാരം എന്ന് പറയാവുന്ന 2 പേരാണ്. ഒന്ന് ലാലേട്ടനും ഒന്ന് മമ്മൂക്കയും. അപ്പൊ അവർക്ക് 2 പേർക്കും ദീർഘായുസിന് വേണ്ടിയിട്ട് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. അവർക്കൊന്നും ഉണ്ടാവില്ല. അപ്പൊ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പറഞ്ഞ പോലെ ലൈക്ക്, കമൻറ്റ്, ഷെയർ. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.